ഇത് കേട്ടപ്പോൾ തന്നെ ആദ്യമേ തമാശയായിട്ട് വന്നത് മനസ്സിൽ ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നുള്ള ഫീലാണ് തോന്നിയത്. കാര്യം ഇത് എന്തിനാണ് സ്ത്രീകൾക്ക് ഇത് സൗജന്യമാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വെറും വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് ഒരു വലിയൊരു പൊതുമേഖലാ സംവിധാനത്തെ തകർക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റിക വയ്ക്കുന്നത് പോലെയാണ് എനിക്ക് ആദ്യമേ തന്നെ തോന്നിയത്. ഇതിൽ വസ്തുതാപരമായിട്ട് കണക്കുകൾ നിരത്തി സംസാരിക്കാൻ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഴിയില്ല. എന്നാലും പുറമേ നിന്ന് ലോജിക്കലുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, ഇപ്പോൾ തന്നെ സ്ത്രീകൾ അല്ലേ KSRTC ബസ്സിൻ്റെ വരുമാനത്തിലൊരു പ്രധാന ഘടകം. രാവിലെ വെളുപ്പാങ്കാലം 4:30-5 മണി മുതൽ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ എടുക്കാനായിട്ട് കച്ചവടത്തിന് വേണ്ടി സാധനം എടുക്കാൻ പോകുന്ന സ്ത്രീകൾ മുതൽ അങ്ങ് റൂറൽ ഏരിയാസിൽ നിന്ന് KSRTC ബസ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ വരുമാനത്തിൽ ഒരു വെട്ട് കൊടുക്കുന്നതിന് അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടോ? ഇപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും പരാതി പറഞ്ഞു ഇവിടുത്തെ ഈ യാത്ര പൈസ കൂടുതലായതുകൊണ്ട് നമ്മളാർക്കും യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല എന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ തന്നെ ആ വിധത്തിലുള്ള ഈ ബസ്സുകളുടെ എണ്ണം കൂട്ടി അതിന് സൗകര്യം ഉണ്ടാക്കി ആൾക്കാരില്ലാത്ത റൂട്ടിലെ ബസ് റദ്ദാക്കുന്നതിനോടൊപ്പം ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ബസ് ഓടിക്കാനായിട്ട് സർക്കാർ തയ്യാറായി. ഇതെല്ലാം ഒന്ന് ഒരുവിധം ശകലം ഒന്ന് കര കാണുന്ന പോലെയുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിൽ സ്ത്രീകളിൽ നിന്ന് കാശ് വാങ്ങുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം അതല്ല, ഇനിയിപ്പോൾ KSRTC ബസ്സിൽ മൊത്തം സ്ത്രീകൾ മാത്രം യാത്ര ചെയ്യുകയും പുരുഷന്മാരതിൽ കയറാതിരിക്കുകയും ചെയ്യും. കാര്യം അവർ പ്രൈവറ്റ് ബസ്സിൽ കയറിയാലും KSRTC ബസ്സിൽ കയറിയാലും പൈസ കൊടുക്കണം. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്ത്രീകൾ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ സെക്ടറിനെയും അത് ബാധിക്കില്ലേ? അതൊരു സംശയം. പിന്നെ ഈ നമ്മുടെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് ഇവരെന്താ ആലോചിക്കാത്ത? ഇപ്പൊ തന്നെ സ്ത്രീകൾ ഇത് ഒരു 10 മിനിറ്റ് കൂടുതൽ നിന്നാൽ എന്താ ബസ്സിൽ കയറി പോകാം, 10ന്റെ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ അവരുടെ കുടുംബങ്ങളുടെയും വയറ്റത്തടിക്കുന്ന പോലെ ആവില്ലേ കാര്യങ്ങൾ? അപ്പം ഇങ്ങനെയൊക്കെ ആലോചിക്കുക. പിന്നെ ഈ ദീർഘദൂര യാത്രയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് എനിക്ക് അത് അറിയത്തില്ല. നമ്മൾ ഈ ലോക്കൽ സിറ്റി ഓട്ടത്തിന് മാത്രമാണോ ഇത് ബാധകം? ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരച്ഛനും 2 പെൺമക്കളും അമ്മയും ഉള്ളപ്പോൾ ഒരു ദിവസം അവർക്ക് കുറഞ്ഞത് ഒരു 150 രൂപ ബസ്സിൻ്റെ ഫെയർ ആകുന്നുണ്ടെന്ന് വെക്കുക. ഈ 150 രൂപയും നമ്മുടെ KSRTCയുടെ വരുമാനമല്ലേ? അത് കിട്ടാതാകുമ്പോൾ അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികളെ ബാധിക്കില്ലേ? വീണ്ടും മാസം തോറുമുള്ള KSRTC തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥ. 3 മാസമായി ശമ്പളം ഇല്ല. എന്നിട്ട് KSRTC തൊഴിലാളികളെല്ലാം നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തിരുന്ന ആ ഒരു ദുരവസ്ഥ നമ്മൾ വീണ്ടും കാണേണ്ടി വരില്ലേ? അപ്പം ഇത് നമ്മൾ ഇനി അല്ല തന്നെ ഇത് നടക്കാൻ പോകുന്ന കേസാണോ? ഇത് നടത്തി കാണിക്കാൻ നിൽക്കുമ്പോൾ പല കാര്യങ്ങളിലും പുറകോട്ട് നഷ്ടം വരില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ സംശയങ്ങളാണിത്.